ചേട്ടാ എന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആരോ തല്ലി പൊട്ടിച്ചു. നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ലോക്കൽ ഷോപ്പിൽ പോയി പുതിയൊരെണ്ണം മേടിച്ചാലോ? നീ എന്ത് മണ്ടത്തരാണ് കാണിക്കുന്നത്? HSRP പ്ലേറ്റിന് വേണ്ടി നീ ലോക്കൽ ഷോപ്പിൽ പോയി ചെയ്യാൻ പോകണം അതിന്റെ റിപ്പയറിംഗ് കാര്യങ്ങളൊക്കെ. വെറുതെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് 5000 രൂപ ഫൈൻ അടിച്ചിട്ടുണ്ടാ. എന്താ എന്തോ HSRP അതായത് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റ്. ഇതിനകത്തൊരു മെറ്റൽ കോഡ് ഉണ്ടാവും. ഇത് ടാമ്പർ പ്രൂഫും ലേസർ പ്ലേറ്റും ഹോളോഗ്രാമും ഉള്ള ഒരു മെറ്റൽ പ്ലേറ്റ് ആണ്. അത് കൂടാണ്ട് ഇത് നിന്റെ വണ്ടിയുടെ ചേസിസ് നമ്പറായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ലോക്കൽ ഷോപ്പിൽ നിന്ന് ഇതൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലേ? ഇല്ല, ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് HSRPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് മാത്രമേ ഇതിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിനക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതല്ല നീ തനിയെ ഇതുപോലെ തന്നെ പുറത്തു പോയി ചെയ്യാനുള്ള പ്ലാൻ ആണെങ്കിൽ പോലീസുകാർക്ക് 5000 രൂപ ഫൈൻ കൊടുക്കാനുള്ള വകുപ്പാണ് നീ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ ഇതിന് എങ്ങനെയാ നമ്മൾ അപ്ലൈ ചെയ്യണ്ടേ? സ്റ്റേറ്റ് HSRP വെബ്സൈറ്റിൽ പോയിട്ട് നിന്റെ വണ്ടിയുടെ നമ്പറും അതുപോലെ തന്നെ അതിന്റെ ചേസിസ് നമ്പറും ആഡ് ചെയ്യുക. അവിടെ റീപ്ലേസ്മെന്റ് സെലക്ട് ചെയ്ത് അവിടെ എത്ര എമൗണ്ട് ആണ് കാണിക്കുന്നത് ആ എമൗണ്ട് നീ പേ ചെയ്യണം. അതിനുശേഷം നിന്റെ ഫിറ്റ് ചെയ്യാനുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യുക. ഈ ഡീറ്റെയിൽസ് എല്ലാം നീ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നിന്റെ രജിസ്ട്രേഷൻ അവർ എടുത്തു കഴിഞ്ഞാൽ അവർ നിനക്ക് ഒരു മെസ്സേജ് അയക്കും. ആ മെസ്സേജ് വന്നാൽ നിന്റെ സ്ലോട്ട് അവിടെ കിട്ടും. ആ സ്ലോട്ടുള്ള സമയത്ത് നീ അവിടെ പോയി കഴിഞ്ഞാൽ നിന്റെ നമ്പർ പ്ലേറ്റ് ചേഞ്ച് ആയി വരും. താങ്ക്സ് ചേട്ടാ. ഇത് അറിയാതിരുന്നെങ്കിൽ 5000 രൂപ ഫൈൻ കൊടുക്കേണ്ടി വന്നേനെ. ചേട്ടൻ എങ്ങനെ ഇതൊക്കെ പഠിച്ചത്? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ, ഞാൻ ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ഇതെനിക്ക് പഠിക്കാൻ പറ്റിയെന്ന്. നിങ്ങൾക്കും ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബോസ്വാല, ബി ദ ബോസ്.